ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇതൊരു ഇൻകംപ്ലീറ്റ് ഒരു വ്ളോഗാണ് കേട്ടോ. കാരണം അവിടെ ആയിട്ടെടുത്തതാണ് ഷോർട്സ്, എന്നാലും ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരായ മഴയും വെയിലും മണ്ണും ചെളിയും ഒക്കെ കളിച്ച് വേണ്ടേ വളരാനായിട്ട്. അങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മൾ മുകളിലെ ടെറസിൽ കുഞ്ഞുങ്ങളെ കളിക്കാനായിട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ അവർ വന്നത് മഴ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്, മഴ പോകുന്നുണ്ട്. എന്തായാലും അവർ അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതും അവർ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ ചക്ക അടക്കാൻ പോകാൻ കേട്ടോ അടുത്ത വീട്ടിൽ. അപ്പോൾ ചക്ക അടുത്ത് നമ്മൾ വറ്റലുണ്ടാക്കാനാണ് പരിപാടി. ഞാനൊരു ചക്ക വറ്റൽ ഫാനൊന്നും അല്ല, കാരണം എനിക്ക് ഈ കറുമുറ സൗണ്ട് കേൾക്കുന്ന സ്നാക്സ് ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ കറുമുറ സൗണ്ടിൻ്റെ ഫാനാണ്. അപ്പോൾ കുന്നും മലയും ഹരിതാപ്പൊക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെയും. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയില്ലേ, അവിടുത്തെ ആസിയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ് ഇത്. അവൻ ഉണ്ടാക്കി വെച്ച ഫിഷ് ടാങ്കാണ്. അപ്പോൾ അത് കണ്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ചക്ക അടക്കാൻ വേണ്ടിയിട്ട് തോട്ട ഉണ്ടാക്കുകയാണേ. അവിടെ ഒരു സൈഡിൽ നന്നായിട്ട് വണ്ടി കഴുകൽ നടക്കുകയാണ്, ഒരു സൈഡിൽ നമ്മൾ ചക്ക എടുക്കാനുള്ള പരിപാടിയാണ്. ചെക്കെന്താ കൊതുകടിയും കൊണ്ട് ഇങ്ങനെ ഇവിടെ കൂടി അങ്ങനെ തേരാപ്പാര നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ചക്ക അടത്തിട്ടിട്ടുണ്ട്. ഏറെക്കുറെ ചക്ക തീർന്നിട്ടുണ്ട്. ഭയങ്കര കൊതുകടിയാണ് ഗൈസ്, ഒരു നിവർത്തിയില്ല പുറത്തിരിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമോ, നമ്മൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമോ, എങ്ങാനും വല്ല ഡെങ്കിയും വന്നാലോ. അപ്പോൾ ചക്കയൊക്കെ വൃത്തിയാക്കി നമ്മൾ ആ ചക്കയിൽ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു ടേസ്റ്റ്. ഇന്നത്തെ ഷെഫ് എന്ന് പറഞ്ഞാൽ മൈ ഹസ്ബൻഡാണ് കേട്ടോ. എന്നിട്ട് അതിനിടയിൽ നമ്മൾ ചക്ക അവിച്ചിട്ടുണ്ടായിരുന്നു, കാന്താരി ചമ്മന്തിയും തേയിലയായിട്ട് കഴിക്കാമല്ലോ. മൊത്തം ഒരു ചക്കമയമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചക്ക വയ്ക്കാനായിട്ട് ചരുവം, അതാണ് ഞങ്ങളിവിടെ പറയുന്ന ചരുവം, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഇടയ്ക്കൊന്ന് ചക്ക ഇട്ട് നോക്കിയപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ആക്രാന്തം കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറേ ചക്ക വാരിയിട്ട്. കുറേ ചക്ക ഇട്ടപ്പോൾ അത് വറുത്ത് വരെ എൻ്റെ ദൈവമേ എന്തോരം സമയം എടുത്തെന്നറിയാവോ. ചക്ക വെന്തു, അതിന് ശേഷം വറന്നൊക്കെ വന്നപ്പോൾ ഒരു നേരമായി ഗൈസ്, ഒരു നേരം. അപ്പോൾ ഒരു ചക്ക ഫുള്ള് നമ്മൾ വറുത്തെടുത്തിട്ട് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ. മാവ് നല്ല പൊങ്ങി വരും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പാകത്തിന് അരിയും ഉഴുന്നും വരവരിയൊക്കെ ചേർത്ത് നമ്മൾ അരയ്ക്കുന്നതാണ്. എന്നിട്ട് അന്ന് തന്നെ രാത്രിയിൽ ഞാൻ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് സോഫ്റ്റ് ആണെന്നറിയോ. പിന്നെ ഒരു സൈഡിൽ ഒരടുക്കളയിൽ ഇഡലിയും സാമ്പാറും ആവുന്നു, മറ്റേ അടുക്കളയിൽ ചക്ക വറ്റലാവുന്നു. ഇതാണ് നമ്മൾ പരിപാടി. അപ്പോൾ ചക്ക വറ്റലൊക്കെ ഫൈനലി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.